ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഒരു 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റയാണ്. സോ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇതിൻ്റെ ഫ്ലോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഇത് കമ്പനി വരുന്ന മാറ്റാണ് കേട്ടോ. ഇന്നോവ എന്ന് എഴുതിയിട്ടുള്ള കമ്പനി വരുന്ന മാറ്റാണ്. കവറേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആക്കി വെക്കാൻ പറ്റും എന്നുള്ളത്. എഡ്ജും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാം. മാക്സിമം ക്ലീൻ ആക്കി എത്ര വെക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ റെയർ ഞാൻ കാണിച്ചു തരാം. റെയറിൽ വരുന്ന ഈ ഒരു ടൈപ്പ് മാറ്റാണ്, നമ്മുടെ ഓൾഡ് മോഡൽ 3D ടൈപ്പ് മാറ്റാണ്. കുറച്ച് നാളായതാണ്. സോ അതിൻ്റെ ഡേർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതിൻ്റെ തേർഡ് റോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കമ്പനി വരുന്ന മാറ്റാണ്. ഇത് ആക്ച്വലി ഇത്രയാണ് കവറേജ് വരുന്നത്. ഒരു ചെറിയ മാറ്റാണ് ഇതിൽ വരുന്നത്. ഇവിടെയൊക്കെ സ്പേസ് ഓപ്പൺ ആണ്. സോ കംപ്ലീറ്റ് മാറ്റ് സെറ്റ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. സോ ഇതിൽ നമ്മൾ GFXൻ്റെ ലൈഫ് ലോങ് മാറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സീറ്റിൽ നിന്ന് തന്നെ പറയാം. ഇതിന് പ്രോപ്പർ ഫിറ്റിങ്ങിലാണ് വരുന്നത്. ഇതൊരു സിംഗിൾ പീസാണ് റെയറിൽ വരുന്നത്. തേർഡ് റോയിൽ നമുക്കൊരു സിംഗിൾ പീസ് തന്നെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ എഡ്ജസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ കവേർഡ് ആയിട്ടാണ് വരുന്നത്. സീറ്റിൻ്റെ അടിയിലോട്ടും കുറച്ച് കവറിങ്ങിൽ വരുന്നുണ്ട്. ഇനി തേർഡ് റോ സീറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ പീസായിട്ടാണ് മാറ്റ് വരുന്നത്. പ്രോപ്പർ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കണം, എഡ്ജസും കാര്യങ്ങളൊക്കെ കോർണർ ടു കോർണർ ഫിറ്റിങ്ങിലാണ് പ്രോപ്പർ കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു GFXൻ്റെ സെറ്റിൽ ബൂട്ട് മാറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ബൂട്ട് മാറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറൊരു മോഡൽ, വേറൊരു ബ്രാൻഡ് കൂസോ ഓൾ ടൈം മാറ്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സൈഡിലെ മാറ്റ് എങ്ങനെയാണ് ചെക്കൗട്ട് ചെയ്യാം. ഡ്രൈവർ സൈഡിൽ നിങ്ങൾ കാണാം ഇതുപോലെ ഡ്രൈവർ സൈഡ് ഒരു പീസ് ഉണ്ട്. അതുപോലെ പാസഞ്ചർ സൈഡിൽ സെപ്പറേറ്റ് ഒരു പീസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നിങ്ങൾക്ക് കാണാം പ്രോപ്പർ ഫിറ്റിങ്ങിലും കാര്യങ്ങളാണ് വരുന്നത്. എഡ്ജ് ടു എഡ്ജ് ഫിറ്റിംഗ് ആണ് വരുന്നത്. സോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമുക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.